ഒരു സിനിമയിൽ എന്ത് സംഭവിക്കുന്നു എന്നത് പച്ചയ്ക്ക് കാണിച്ചു തരാതെ കാണുന്ന പ്രേക്ഷകനെയും കൂടി ഉൾപ്പെടുത്തി കഥ പറയുന്ന സിനിമകളോട് എനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട്. ഈ സിനിമ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴും വീട്ടിലെത്തി കഴിഞ്ഞിട്ടൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന കഥയും കഥാപാത്രങ്ങളൊക്കെ അങ്ങനത്തെ സിനിമകളിൽ നിന്നാണ് എനിക്കുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ മാസം ഞാനൊരു സിനിമ കണ്ടു. അതിൻ്റെ പേര് സിംഗം അഗെയിൻ. ഈ രോഹിത് ഷെട്ടി കോപ്പ് യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ പടം. അജയ് ദേവ്ഗനാണ് നായകൻ. പിന്നെ ബോളിവുഡിലെ പ്രധാനപ്പെട്ട കുറേ ആക്ടേഴ്സ് അതിൽ അഭിനയിക്കുന്നുണ്ട്. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണുന്ന പ്രേക്ഷകന് 10 പൈസയ്ക്ക് വിവരമില്ല, അതുകൊണ്ട് നമ്മളെല്ലാം കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കണമെന്ന് സംവിധായകൻ തീരുമാനിച്ചുറപ്പിച്ചുണ്ടാക്കിയ സിനിമ പോലെയായിട്ടാണ് എനിക്കത് തോന്നിയത്. 5 മിനിറ്റായിരുന്നു ഈ സിനിമയുടെ ട്രെയിലറിൻ്റെ ലെങ്ത്ത്. ആ 5 മിനിറ്റിനുള്ളിൽ സിനിമയിലത്തെ പ്രധാനപ്പെട്ട ഹീറോ എൻട്രികൾ മുഴുവനുണ്ട്. സിനിമയുടെ കഥ കംപ്ലീറ്റ് ഉണ്ട് വിത്ത് ട്വിസ്റ്റുകൾ. അതുപോലെ തന്നെ സിനിമയിലത്തെ എല്ലാ പഞ്ച് ഡയലോഗുകളിലും ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ഒരു ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി ആ പടം കാണാൻ നമുക്ക് തോന്നണം. ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ എല്ലാം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എന്തിനാ സിനിമയ്ക്ക് പോണേ എന്ന് നമുക്ക് തോന്നും. പിന്നെ നീ എന്തിനാടാ ഈ പടം കാണാൻ പോയേ എന്നോട് ചോദിക്കരുത്. സിനിമ കാണാൻ പോകണത് എനിക്കിഷ്ടമാണ്, ഞാൻ പോകും. ഇനി സിനിമയിലേക്ക് വന്ന ഉത്തരേന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ രാംലീല എന്ന് പറഞ്ഞ പരിപാടി. സ്റ്റേജിൽ രാമായണം വളരെ ബാലെ പോലെ പാട്ടും ആഘോഷമൊക്കെ ആയിട്ട് കൊണ്ടാടി രാമായണ കഥ കംപ്ലീറ്റ് കളിക്കുന്നൊരു പരിപാടിയാണ്. അതിൻ്റെ ഒരു പ്രോ മാക്സ് വേർഷൻ നടത്തുന്ന ഒരു കോർഡിനേറ്ററാണ് അവനി സിംഘം. അതായത് അജയ് ദേവ്ഗനായ സിംഘത്തിൻ്റെ ഭാര്യ കരീന കപൂറിൻ്റെ ക്യാരക്ടർ. ഈ കരീന കപൂറിൻ്റെ ക്യാരക്ടറിനെ വില്ലൻ വന്ന് തട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് സീതാപഹരണവും അത് കഴിഞ്ഞ് ലങ്കയിൽ ചെന്ന് സീതയെ രാമൻ വീണ്ടെടുത്ത് കൊണ്ടുവരുന്നതായിട്ടുള്ള രാമായണത്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി ഈ പടം. അതിലെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ ഉണ്ടാകുന്ന ഓരോ സന്ദർഭവും രാമായണത്തിലെ കഥയായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കണേ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ രാമലീല പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയിലത്തെ രംഗങ്ങൾ സിനിമയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പാരലായിട്ട് കാണിക്കും. അതായത് അജയ് ദേവ്ഗണിനെ കാണിക്കുമ്പോൾ ശ്രീരാമന്റെ റെഫറൻസ് കാണിക്കും, രൺവീർ സിംഗിനെ കാണിക്കുമ്പോൾ ഹനുമാനെ കാണിക്കും, ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി വരുന്ന അക്ഷയ് കുമാറിനെ കാണിക്കുമ്പോൾ ഗരുഡനെ കാണിക്കും. അങ്ങനെ ഈ സിനിമയിലത്തെ ഒരുവിധം പ്രധാനപ്പെട്ട രംഗങ്ങളിലൊക്കെ ആ രാംലീല പോർഷനിലെ രംഗങ്ങളിൽ പാരലായിട്ട് നമ്മളെ കാണിച്ചിട്ടാണ് ഈ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതായത് പ്രേക്ഷകന് വിവരമില്ലല്ലോ, അപ്പൊ ഇത് രാമായണവുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന സിനിമയാണെന്ന് നമ്മൾ അവരോട് പറയണല്ലോ. അപ്പൊ നമ്മളിതെല്ലാം അവരെ കാണിക്കണമല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇതിന് മനസ്സിലാവുക പൊട്ടന്മാരല്ലേ അവർ എന്നുള്ള മൈൻഡിലാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ സിനിമ എടുക്കാൻ പാടില്ല എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെയുള്ള സിനിമകൾ എനിക്ക് കാര്യമായിട്ട് വർക്കാവാറില്ല. ഈ പടം ആക്ച്വലി തിയേറ്ററിക്കൽ ഹിറ്റാണെന്നാണ് എൻ്റെ അറിവ്. കാരണം ഇത്രയധികം താരങ്ങളുണ്ട്, പിന്നെ രാമായണം വലിയൊരു കീ ഫാക്ടറാണ്, പിന്നെ ദീപാവലി റിലീസായിരുന്നു. അപ്പം സിനിമ ഫിനാൻഷ്യലി വർക്കാവുന്നുണ്ട്, പക്ഷെ എനിക്ക് വർക്കായില്ല. ഞാനിത് പറയാൻ കാരണം, മലയാളത്തിൽ ഇതുപോലെ മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേര് ഭീഷ്മപർവം എന്നാണ്. അമൽ നീരദ് മമ്മൂട്ടിയെ നായകനാക്കി ചെയ്ത പടം. ആ പടത്തിൽ ഭീഷ്മരെന്നോ മഹാഭാരതെന്നോ അങ്ങനെ ഒരക്ഷരവും ഉരിയാടണില്ല. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ പടം മഹാഭാരതം അറിയാത്ത ഒരാൾ കണ്ടാലും എൻജോയ് ചെയ്യാനും പറ്റും. അങ്ങനെയാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ മഹാഭാരതത്തിൽ ഒരു ഫാമിലി പ്രശ്നമാണ് പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ. അതായത് കൗരവരും പാണ്ഡവരും ആക്ച്വലി ഒരു ഫാമിലിയാണ്. അവർ തമ്മിലുള്ള വൈരമാണ് മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട പ്ലോട്ട്. ആ 2 ഫാമിലികളും ഈക്വലി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാരണവരാണ് മഹാഭാരതത്തിൽ ഭീഷ്മർ. നമ്മൾ ഭീഷ്മപർവത്തിൻ്റെ കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു 2 മൈക്രോ ഫാമിലികൾ തമ്മിലുള്ള ഇഷ്യൂ ആണ് ഭീഷ്മപർവത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആ 2 മൈക്രോ ഫാമിലികൾക്കും തലതൊട്ടപ്പനായിട്ട് നിൽക്കുന്ന ആളാണ് മൈക്കിളപ്പൻ. അപ്പോൾ ആ ഭീഷ്മരുടെ പാരലൽ അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അത് എവിടെയും പറയണമൊന്നുമില്ല. അതുപോലെ വെട്ടും കുത്തും കിട്ടി മൈക്കിളപ്പൻ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സീനുണ്ട്. ശരിക്കും അമ്പുകളേറ്റ് ശരശയിൽ കിടക്കുന്ന ഭീഷ്മരുടെ ഒരു പാരലൽ നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിലും അത് എൻജോയ് ചെയ്യാൻ പറ്റും. ആ കഥാസന്ദർഭവും ക്യാരക്ടറും മമ്മൂട്ടിയുടെ അഭിനയമൊക്കെ അപ്പോഴും നമുക്ക് പുല്ല് പോലെ എൻജോയ് ചെയ്യാം. പടത്തിലെ ഏറ്റവും കിടിലം റെഫറൻസ് വരുന്ന പോയിന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈക്കിളപ്പൻ മമ്മൂട്ടി തൻ്റെ സഹോദരങ്ങളോടൊരു ഡയലോഗ് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ എന്നെ അങ്ങോട്ട് കൊല്ലാം, പക്ഷെ ഞാൻ ചാവണത് എപ്പോഴാണെന്ന് ഞാനല്ലേ തീരുമാനിക്കുക എന്ന് പറഞ്ഞൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അത് ഭീഷ്മർക്കുള്ള കറക്റ്റ് റെഫറൻസ് ആണ്. അതങ്ങനെ പറയാൻ കാരണം, മഹാഭാരതത്തിൽ ഭീഷ്മർക്ക് ഒരു വരം കിട്ടുന്നുണ്ട്.
ഭീഷ്മരുടെ മരണം എപ്പോൾ വേണമെന്ന് ഭീഷ്മർക്ക് തീരുമാനിക്കാം. അതാണ് ആ വരം. ആ പോയിന്റാണ് ഈ പടത്തിൽ റെഫറൻസ് ആയിട്ട് ഡയലോഗിലൂടെ വന്നേക്കണേ. അങ്ങനെ നമ്മൾക്ക് പാരലൽസ് കണ്ടുപിടിക്കാൻ പറ്റും ഭീഷ്മപർവത്തിലും മഹാഭാരതത്തിന്റെ. ആ പ്രോസസ്സിൽ നമ്മളും കൂടി ഇൻവോൾവഡ് ആണ്. അങ്ങനെ നമുക്ക് പാരലൽസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കൊണ്ട് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ആ സിനിമ കണ്ടിരിക്കുമ്പോൾ. ഈ സിംഗം എഗെയിൻ കണ്ടിരിക്കുമ്പോൾ ബാലരമ അമർ ചിത്രകഥ വായിക്കണ പോലെ ഇങ്ങനെ ആ ആ ആ ആ അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്കുള്ളത്. അപ്പോൾ സിംഗം എഗെയിൻ എടുത്ത രീതി തെറ്റാന്നല്ല, എനിക്ക് വർക്കാവാത്ത രീതിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്ന സിനിമകളോടും വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ അല്ലാതെ കഥ പറയുന്ന സിനിമകളോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ 2 പടങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യാം. സിംഗം എഗെയിൻ തിയേറ്ററിൽ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം കമൻറ്റ് ചെയ്യാൻ ഞാൻ ക്ഷണിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഗുണമുള്ള പരിപാടിയാണ്. അത് പറ്റുമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. കാണാം.